Hello all. Let's discuss some of the chemical properties of metals. Metal reacts with oxygen to give metal oxide. Okay. So, എല്ലാ മെറ്റൽസിൻ്റെയും റിയാക്ഷൻ എന്ന് പറയുന്നത് ഒരുപോലെയല്ല. ചില മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ് ബട്ട് ചിലതെന്ന് പറയുന്നത് നോട്ട് റിയാക്റ്റീവ് അറ്റ് ഓൾ. Metal when reacting with oxygen, the product will be the oxides of that metal. See the example of copper. Copper react with oxygen to give copper oxide. ഈ copper oxide എന്ന് പറയുന്നത് basic in nature ആണ്. We can say metal oxides are basic in nature. Basic എന്ന് പറയുകയാണെങ്കിൽ they show all the base properties of a base. എല്ലാ മെറ്റൽസിൻ്റെ കേസിലും ഇത് applicable അല്ല. ചില മെറ്റൽസ് ലൈക്ക് അലുമിനിയം ഓക്സിജൻ്റെ കൂടെ റിയാക്ട് ചെയ്തിട്ടാണെങ്കിൽ അലുമിനിയം ഓക്സൈഡ്സ് ഉണ്ടാവും. ബട്ട് ഈ അലുമിനിയം ഓക്സൈഡ് എന്ന് പറയുന്നത് ആംഫോടെറിക് എന്ന് പറയും. Let's discuss with examples. See these two reactions. In the first reaction, aluminum oxide is reacting with hydrochloric acid to give aluminum chloride and water. So here aluminum oxide is reacting with an acid to give salt and water. So this type of reaction is called neutralization reaction, where acid reacts with base to give salt and water. സോ ഇവിടെ അലുമിനിയം ഓക്സൈഡ് എന്നുള്ളത് ഒരു ബേസ് ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ആ അലുമിനിയം ഓക്സൈഡ് എന്ന് പറഞ്ഞ ബേസ് ഹൈഡ്രോക്ലോറിക് ആസിഡിൻ്റെ കൂടെ കൂടിയിട്ട് അലുമിനിയം ക്ലോറൈഡ് എന്ന് പറഞ്ഞ ഒരു സോൾട്ടും വാട്ടറും പ്രൊഡ്യൂസ് ചെയ്യുന്നു. ഇനി see the next reaction. Aluminum oxide, the same aluminum oxide is reacting with sodium hydroxide to give sodium aluminate and water. ഇതും ന്യൂട്രലൈസേഷൻ റിയാക്ഷൻ തന്നെയാണ്. ബട്ട് ഇവിടെ അലുമിനിയം ഓക്സൈഡ് ഈസ് റിയാക്ടിങ് വിത്ത് എ ബേസ് to give salt and water. എന്ന് വെച്ചാൽ ഇവിടെ ഈ എക്സ്പെരിമെൻറ്റിൽ അലുമിനിയം ഓക്സൈഡ് ഈസ് ആക്ടിങ് ലൈക്ക് ആൻ ആസിഡ്. So first one aluminum oxide is behaving like a base. In the second one aluminum oxide is acting like an acid to give a neutralization reaction. സോ ഇങ്ങനെയുള്ള ഓക്സൈഡ്സിനെയാണ് അവർ ചില സമയത്ത് ആസിഡായിട്ടും ചില സമയത്ത് ബേസ് ആയിട്ടും ഷോ ചെയ്യുന്ന ഇങ്ങനെയുള്ള ഓക്സൈഡ്സിനെയാണ് നമ്മൾ ആംഫോടെറിക് ഓക്സൈഡ്സ് എന്ന് പറയുന്നത്. ചില മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് വാട്ടറിൽ ഇൻസോല്യബിൾ ആണ്. ബട്ട് ചില മെറ്റൽസിൻ്റെ ലൈക്ക് സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസിൻ്റെ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് വാട്ടറിൽ സോല്യബിൾ ആണ്. ഓക്കെ, അപ്പം സോഡിയം ഓക്സൈഡ് വെൻ റിയാക്ട്സ് വിത്ത് വാട്ടർ വെൻ ഡിസോൾവ് ഇൻ വാട്ടർ ഇറ്റ് ബിക്കം സോഡിയം ഹൈഡ്രോക്സൈഡ്. അതുപോലെ പൊട്ടാസ്യം ഓക്സൈഡ് വെൻ റിയാക്ട് വിത്ത് വാട്ടർ ദേ ബിക്കം പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഇതുപോലെ ഈ മെറ്റൽ ഓക്സൈഡ്സ് വാട്ടറിൽ ഡിസോൾവ് ആയിട്ട് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. ദിസ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് ഈസ് എൻ ആൽക്കലി. അപ്പോൾ ഈ ആൽക്കലി എന്ന് പറഞ്ഞാൽ എന്താ? ബേസ് ഡിസോൾഡ് ഇൻ വാട്ടറിനെയാണ് നമ്മൾ ആൽക്കലി എന്ന് പറയുന്നത്. ഓൾറെഡി മെറ്റൽ ഓക്സൈഡ്സ് എന്ന് പറയുന്നത് ബേസിക് ആണെന്ന് നമ്മൾ പഠിച്ചു. വെൻ ദിസ് ബേസ് ഈസ് ഡിസോൾഡ് ഇൻ വാട്ടർ ഇറ്റ് ബിക്കംസ് ആൽക്കലി. ദാറ്റ്സ് ദ ഡിഫറൻസ്. ഇനി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റി തന്നെ എല്ലാ മെറ്റൽസിനും സെയിം അല്ല എന്ന് പറഞ്ഞു. ചില മെറ്റൽസ് ആർ ഹൈലി റിയാക്റ്റീവ്, സം ഓഫ് ദം ആർ നോട്ട് റിയാക്റ്റീവ് അറ്റ് ഓൾ. ഇങ്ങനെ ഈ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിൽ പെട്ടതാണ് സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസൊക്കെ. അവരെയൊന്നും നമ്മൾ ഓപ്പൺ എയറിൽ എക്സ്പോസ് ചെയ്ത് വെക്കാൻ പറ്റില്ല. ബിക്കോസ് ദേ വിൽ റിയാക്ട് വിത്ത് ദി ഓക്സിജൻ ഇൻ ദ എയർ ആൻഡ് മേ ബ്ലാസ്റ്റ് ഓർ ബേൺ. ഓക്കെ, സോ ഇങ്ങനെയുള്ള മെറ്റൽസൊക്കെ നമ്മൾ കെറോസിനിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് ലാബിലും ബാക്കിയുള്ള വർക്ക് പ്ലേസസിലൊക്കെ കെറോസിൻ പോലെയുള്ള സബ്സ്റ്റൻസസിൽ ഇമ്മേഴ്സ് ചെയ്തിട്ടാണ് കീപ്പ് ചെയ്യുന്നത്. ബിക്കോസ് ദേ ഷുഡ് നെവർ കം ഇൻ കോൺടാക്ട് വിത്ത് ദി ഓപ്പൺ എയർ. ഓക്കെ, ഇനി ബാക്കിയുള്ള കുറച്ചുകൂടി ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസ് ലൈക്ക് മഗ്നീഷ്യം, അലുമിനിയം, സിങ്ക്, ലെഡ് പോലെയുള്ള മെറ്റൽസ് എന്നൊക്കെ പറഞ്ഞാൽ അവരൊരു നോർമൽ ടെമ്പറേച്ചറിൽ ആ മെറ്റൽസിൻ്റെ സറൗണ്ടിങ്ങിൽ സർഫസിലായിട്ട് ഒരു തിൻ ലെയർ ഓഫ് ഓക്സൈഡ്സ് കൊടുത്തിട്ടാണ് നമ്മൾ പ്രൊട്ടക്റ്റ് ചെയ്ത് വെക്കുന്നത്. അപ്പം ലെറ്റ്സ് പ്രിസ്യൂം ദെർ ഈസ് എ ബ്ലോക്ക് ഓഫ് അലുമിനിയം. അപ്പോൾ ഈ അലുമിനിയത്തിൻ്റെ ഔട്ടർ ലെയറിലുള്ള അലുമിനിയം എയറിലുള്ള ഓക്സിജനേറ്റ് കോണ്ടാക്റ്റ് വന്നിട്ട് അലുമിനിയം ഓക്സൈഡായിട്ട് മാറും. ഓക്കെ, അപ്പോൾ ഈ ഔട്ടർ ലെയറിലുള്ള മൊത്തം അലുമിനിയം ഓക്സൈഡ്സ് ആയിട്ട് മാറിയിട്ട് അവിടെ ഒരു തിൻ ലെയർ പ്രൊഡ്യൂസ് ചെയ്യും. ഒരു തിൻ ലെയർ ഓഫ് അലുമിനിയം ഓക്സൈഡ്സ് ആയിട്ട് മാറും. ഇവരുടെ പേർപ്പസ് എന്താണെന്ന് വെച്ചാൽ ഇനിയുള്ള ഫെർദർ ഓക്സിഡേഷനെ പ്രിവെൻറ്റ് ചെയ്യും. എന്ന് വെച്ചാൽ ഇനിയുള്ള എയർ ഉള്ളിലുള്ള അലുമിനിയത്തിനേറ്റി കോണ്ടാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് കഴിയില്ല. ബിക്കോസ് ഓൾറെഡി ഒരു ഔട്ടർ ലെയറിലുള്ള അലുമിനിയം ഓക്സൈഡ്സ് ആയിട്ട് മാറിയിട്ടുണ്ട്. ഇനിയും വരുന്ന ഓക്സിജൻ എന്ന് പറയുന്നത് ഈ അലുമിനിയം ഓക്സൈഡ്സിനേറ്റ് മാത്രമേ കോണ്ടാക്ട് വരുന്നുള്ളൂ. ഉള്ളിലുള്ള അലുമിനിയത്തിനേറ്റ് ഒരു കോണ്ടാക്റ്റും വരുന്നില്ല. ഇങ്ങനെയാണ് അലുമിനിയം ദേ ആർ പ്രിവെൻറ്റിങ് ഇറ്റ് സെൽഫ് ഫ്രം ഓക്സിഡേഷൻ.
ഓക്കെ, ഇതേ പ്രോസസ്സാണ് നമ്മൾ അതർ എലമെൻറ്റ്സ് ലൈക്ക് മഗ്നീഷ്യത്തിൻ്റെയും സിങ്കിൻ്റെയും ലെഡിൻ്റെയും കേസിലൊക്കെ ചെയ്യുന്നത്. ഈ സിങ്കിൻ്റെയും ലെഡിൻ്റെയും ഒക്കെ ഔട്ടർ ലെയറിലായിട്ട് നമ്മൾ അവരുടെ തന്നെ ഒരു ഓക്സൈഡ് കോട്ട് കൊടുക്കും, ഒരു തിൻ ലെയർ ഓഫ് ഓക്സൈഡ് കോട്ട് കൊടുക്കും. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഇവർ വെൻ ദേ ആർ കമ്മിങ് ഇൻ കോൺടാക്ട് വിത്ത് ദി ഓക്സിജൻ ഇൻ ദി എയർ, ഈ ഓക്സിജന് ഉള്ളിലുള്ള മെറ്റൽസിനേറ്റി ഒരു തരത്തിലും കോണ്ടാക്ട് ഉണ്ടാവില്ല. കാരണം ദേ വിൽ ബി റിയാക്ടിങ് വിത്ത് ദി മെറ്റൽസ് വിച്ച് ഈസ് ദെയർ ഇൻ ഔട്ട്സൈഡ് വിച്ച് ഈസ് ഇൻ ദി ഓക്സൈഡ് ഫോം. ഓക്സൈഡ് ഫോമിലുള്ള ഒരു മെറ്റലിനേറ്റ് പിന്നെയും ഓക്സിജൻ വന്ന് റിയാക്ട് ചെയ്യുമ്പം അവിടെ ഒരു റിയാക്ഷനും നടക്കില്ല. നൗ ലെറ്റ്സ് ടേക്ക് ദ കേസ് ഓഫ് ഐറൺ. ഐറൺ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ? ഐറൺ റസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടിട്ടുണ്ടാവും. ഈ റസ്റ്റ് എന്ന് പറയുന്ന സംഭവം എന്ന് പറയുന്നത് ഈ ഐറൺ ഓക്സൈഡ് ആയിട്ട് മാറുന്നതിനാണ് റസ്റ്റ് എന്ന് നമ്മൾ പറയുന്നത്. അയോൺ റിയാക്ട് വിത്ത് ഓക്സിജൻ ടു ഗിവ് ഐറൺ ഓക്സൈഡ്. ഓക്കെ, ഇതിനെയാണ് നമ്മൾ റസ്റ്റ് എന്ന് പറയുന്നത്. അങ്ങനെ ഇതുപോലെയുള്ള റസ്റ്റിംഗ് ഒക്കെ പോലെ ഉള്ള പ്രോസസ്സ് നടന്നിട്ട് നമ്മുടെ മെറ്റൽസിനെ ഡീക്കേ സംഭവിക്കാതിരിക്കാനാണ് നമ്മൾ ഈ ഓക്സൈഡ് കോട്ട് കൊടുത്തിട്ട് പ്രിവെൻറ്റ് ചെയ്യുന്നത്. ഇനി മെറ്റൽസിൻ്റെ റിയാക്ടിവിറ്റിയിൽ ഒട്ടും റിയാക്ട് ചെയ്യാത്ത രണ്ട് മെറ്റലാണ് ഗോൾഡ് ആൻഡ് സിൽവർ എന്ന് പറയുന്നത്. നമുക്ക് പരിചയമുള്ള മെറ്റൽസാണ് ഇത്. നമ്മൾ ഓർണമെൻറ്റ്സ് ആയിട്ട് വെയർ ചെയ്യുന്ന മെറ്റൽസാണ്. അപ്പോൾ അത് എപ്പോഴും എയറിനേറ്റ് കോണ്ടാക്ട് വരുന്ന മെറ്റൽസാണ്. അപ്പോൾ അവർക്ക് ഒരു ചേഞ്ചസും അവർ ഓക്സൈഡ്സ് ആയിട്ട് മാറി ഒന്നും ചെയ്യുന്നില്ല. ദാറ്റ്സ് ബിക്കോസ് ദേ ആർ നോട്ട് റിയാക്റ്റീവ് അറ്റ് ഓൾ. അപ്പോൾ ഇത്രയാണ് റിയാക്ടിവിറ്റി ഓഫ് മെറ്റൽസ് വിത്ത് ഓക്സിജനിലുള്ളത്. മെറ്റൽ റിയാക്ട്സ് വിത്ത് ഓക്സിജൻ ടു ഗിവ് മെറ്റൽ ഓക്സൈഡ്. മോസ്റ്റ് ഓഫ് ദ മെറ്റൽ ഓക്സൈഡ്സ് ആർ ബേസിക് ബട്ട് സം ആർ amphoteric. Now let's see what will happen when metal reacts with water. Okay, when metal comes in contact with water, or if you are immersing a metal in the water, the metal will form metal oxide plus hydrogen gas. Okay, see the examples. Potassium when reacts with water, it will give potassium hydroxide plus hydrogen, and tremendous amount of heat energy is released. Okay, it's the same in the case of sodium also. So sodium reacts with water to give sodium hydroxide plus hydrogen and heat energy. Since sodium and potassium എന്ന് പറയുന്നത് ഈ മെറ്റൽസിൽ തന്നെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള രണ്ട് മെറ്റൽസ് ആണ്. ഓക്കെ, അവർ ഓക്സിജനേറ്റഡിലാണെങ്കിലും വാട്ടറിനേറ്റഡിലാണെങ്കിലും അതേ റിയാക്ടിവിറ്റി എന്ന് പറയുന്നത് വിഗറസ് ആണ്. സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസ് എന്ന് പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ ദേ ക്യാച്ചസ് ഫയർ ഈസിലി ആൻഡ് ദേ ആർ ഹൈലി എക്സോതെർമിക്. എക്സോതെർമിക് റിയാക്ഷൻസ് മീൻസ് ദോസ് റിയാക്ഷൻസ് വിച്ച് ലിബറേറ്റ് ഹീറ്റ് എനർജി പുറത്തേക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്ന ടൈപ്പ് ഓഫ് റിയാക്ഷനെയാണ് എക്സോതെർമിക് എന്ന് പറയുന്നത്. ഈ സോഡിയം ആൻഡ് പൊട്ടാസ്യം ഹൈലി റിയാക്റ്റീവ് ആയതുകൊണ്ട് തന്നെ വെൻ ദേ കം ഇൻ കോണ്ടാക്ട് വിത്ത് വാട്ടർ ആൻഡ് ഓൾ they show vigorous reaction and produce tremendous amount of heat energy. So calcium reacts with water to give calcium hydroxide plus hydrogen gas. കാൽഷ്യം എന്ന് പറയുന്നത് സോഡിയത്തിൻ്റെയും പൊട്ടാസ്യത്തിൻ്റെയും അത്ര തന്നെ റിയാക്റ്റീവ് അല്ലാത്തതുകൊണ്ട് തന്നെ ഈ അത്രയും ഹീറ്റ് എനർജി പ്രൊഡ്യൂസ് ചെയ്യുന്നില്ല. സോഡിയം ആൻഡ് പൊട്ടാസ്യം വെൻ വി പുട്ട് ഇൻ വാട്ടർ ഹൈലി എക്സോതെർമിക് ആയതുകൊണ്ട് തന്നെ ദേ വിൽ ക്യാച്ച് ഫയർ ഈസിലി. കാൽഷ്യത്തിൻ്റെ കേസിൽ അവർ കുറച്ച് ഹീറ്റ് എനർജി ലിബറേറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ അങ്ങനെ ഫയർ ഒന്നും ഉണ്ടാവില്ല. പിന്നെ വരുന്ന ഒരു മെറ്റൽ എന്ന് പറയുന്നത് മഗ്നീഷ്യം. മഗ്നീഷ്യം പോലെയുള്ള മെറ്റൽസ് ഒക്കെ വാട്ടറിൽ ഇടുന്ന സമയത്ത് അവർ കോൾഡ് വാട്ടറിലൊക്കെ ഇട്ടുകയാണെങ്കിൽ ഒരു റിയാക്ഷനും ഉണ്ടാവില്ല. ബട്ട് മഗ്നീഷ്യം ഒക്കെ ഹോട്ട് വാട്ടറിലൊക്കെ ഇട്ടുകയാണെങ്കിൽ കുറച്ചുകൂടി നമ്മൾ ഹീറ്റൊക്കെ കൊടുക്കുന്ന സമയത്ത് അവർ മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ് ആയിട്ട് മാറും. പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് ഈസ് ഓൾസോ ലിബറേറ്റഡ്. ഓക്കെ, അപ്പോൾ ഈ കാൽഷ്യം മഗ്നീഷ്യം എന്നൊക്കെ പറയുന്നത് ഹൈഡ്രജൻ ഗ്യാസ് ഇങ്ങനെ ലിബറേറ്റ് ചെയ്തിട്ട് ഈ കാൽഷ്യത്തിൻ്റെയും മഗ്നീഷ്യത്തിൻ്റെയും പീസസിൻ്റെ മുകളിലായിട്ട് ഈ ഹൈഡ്രജൻ്റെ ബബിൾസ് പോയിട്ട് സെറ്റിൽ ചെയ്യും. ഈ കാൽഷ്യം ആൻഡ് മഗ്നീഷ്യം പീസസ് വിൽ ഫ്ലോട്ട് ഇൻ ദി വാട്ടർ. ഓക്കെ, ബിക്കോസ് ഹൈഡ്രജൻ ഗ്യാസ് ഇസ് സ്റ്റിക്കിംഗ് ഓൺ ദ സർഫസ്. സോ ഇതിൽ വരുന്ന സോഡിയം പൊട്ടാസ്യം എന്നൊക്കെ പറയുന്നത് ഹൈലി റിയാക്റ്റീവ് ആണ്. ദേ വിൽ ക്യാച്ച് ഫയർ ഈസിലി. ബട്ട് കാൽഷ്യം പോലെയുള്ള മെറ്റൽസിൻ്റെ കേസിൽ വരുമ്പം ദേ വിൽ ലിബറേറ്റ് ഹീറ്റ് എനർജി ബട്ട് നോട്ട് റിയാക്റ്റീവ് ദാറ്റ് മച്ച് റിയാക്റ്റീവ്. സോ ഫയർ ഒന്നും ഉണ്ടാവില്ല. ബട്ട് മഗ്നീഷ്യത്തിൻ്റെ കേസിലൊക്കെ വരുമ്പം അവർ കോൾഡ് വാട്ടറിലൊക്കെ റിയാക്ഷൻ ഉണ്ടാവില്ല. റിയാക്ടിങ് വിത്ത് സ്റ്റീം ഓർ ഹോട്ട് വാട്ടർ ഇറ്റ് വിൽ ചേഞ്ച് ഇൻ ടു മഗ്നീഷ്യം ഹൈഡ്രോക്സൈഡ്. പിന്നെ വരുന്ന ഈ അലുമിനിയം, ഐറൺ, സിങ്ക് പോലെയുള്ള മെറ്റൽസ് ഒക്കെ ഈവൻ ഇഫ് ഇറ്റ്സ് കോൾഡ് ഓർ ഹോട്ട് വാട്ടർ ദേ വോണ്ട് ബി എനി റിയാക്ഷൻ അറ്റ് ഓൾ. ഇഫ് യു ആർ ഗിവിംഗ് സ്റ്റീം ടു ദിസ് മെറ്റൽസ്, ഈ അലുമിനിയം എന്നുള്ള മെറ്റലിൻ്റെയൊക്കെ നമ്മൾ സ്റ്റീമിൽ പാസ് ചെയ്യുകയാണെങ്കിൽ ഈ അലുമിനിയം റിയാക്ട്സ് വിത്ത് സ്റ്റീം ടു ഗിവ് അലുമിനിയം ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ.
ഓക്കെ, അതുപോലെ തന്നെയാണ് ഈ അയൺ എന്ന് പറയുന്നതും. അയണും വാട്ടറിനേറ്റ് സ്റ്റീമിനേറ്റ് റിയാക്ട് ചെയ്തിട്ടാണെങ്കിൽ അയൺ ഓക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആണ് കിട്ടുന്നത്. നൗ നമ്മൾ പറഞ്ഞു മെറ്റൽ റിയാക്ട് വിത്ത് വാട്ടർ ടു ഗിവ് മെറ്റൽ ഓക്സൈഡ് ആൻഡ് ഹൈഡ്രജൻ ഗ്യാസ്. ഓക്കെ, ഈ മെറ്റൽ ഓക്സൈഡ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഗിവ് മെറ്റൽ ഹൈഡ്രോക്സൈഡ്. നമ്മൾ കാണിച്ച എക്സാമ്പിളിലൊക്കെ മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗിവ് മെറ്റൽ ഹൈഡ്രോക്സൈഡ് എന്നാണ് പ്ലസ് ഹൈഡ്രജൻ ഗ്യാസ് എന്നാണ് കാണിക്കുന്നത്. ഇതിൻ്റെ സംഭവം എന്താണെന്ന് വെച്ചാൽ സോഡിയം പൊട്ടാസ്യം പോലെയുള്ള മെറ്റൽസ് ഒക്കെ ഫസ്റ്റ് റിയാക്ട് വിത്ത് വാട്ടർ ടു ഗിവ് മെറ്റൽ ഓക്സൈഡ്. ബട്ട് ആ സെയിം ടൈമിൽ തന്നെ ബാക്കിയുള്ള വാട്ടർ മോളിക്യൂൾസിനായിട്ട് കമ്പൈൻ ചെയ്ത് കണ്ട് അറ്റ് ദ സെയിം മൊമെൻറ്റ് ദേ ആർ കൺവേർട്ടിങ് ഇൻ ടു മെറ്റൽ ഹൈഡ്രോക്സൈഡ്. ഓക്കെ, ദാറ്റ്സ് വൈ ഈ ഫസ്റ്റ് ഇക്വേഷനും സെക്കൻഡ് ഇക്വേഷനും കൂടി കമ്പൈൻ ചെയ്തിട്ടാണ് പൊട്ടാസ്യം പ്ലസ് വാട്ടർ ടു ഗീവ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ് പ്ലസ് ഹൈഡ്രജൻ ആയിട്ട് മാറുന്നത്. അപ്പോൾ അതിനൊരു ഡൗട്ട് വേണ്ട, ഇങ്ങനെ തന്നെയാണ് റിയാക്ഷൻ വരുന്നത്. മെറ്റൽ റിയാക്ട്സ് വിത്ത് വാട്ടർ ടു ഗീവ് മെറ്റൽ ഓക്സൈഡ് പ്ലസ് H2. This metal oxide reacts with H2O to give metal hydroxide. ഇങ്ങനെ തന്നെയാണ് സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള റിയാക്ഷൻ വരുന്നത്. അപ്പോൾ ഇത്രയാണ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് മെറ്റൽ വിത്ത് വാട്ടറിൽ നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽസിന് വിഗറസ് റിയാക്ഷൻ കാണിക്കുന്നുണ്ട്. റിയാക്ടിവിറ്റി കുറഞ്ഞു വരുന്നതിനനുസരിച്ച് റിയാക്ഷൻ്റെ എക്സ്ട്രീംനെസ്സും കുറയുന്നുണ്ട്. That's all in this class. See you in next one. Bye.